ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ചെമ്മീർപ്പൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്ര എല്ലാം ഉപേക്ഷിച്ച് വീടെല്ലാം ഉപേക്ഷിച്ച് നേരെ ഭാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഭാമ ഓരോ കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര അതിനുള്ള മറുപടിയും പറയണില്ല. ഞാൻ എന്ത് കാരണവശാലും ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല. രേവതിയും സച്ചിയും ആ വീട് വിട്ട് ഇറങ്ങട്ടെ, അതിനുശേഷം ഞാൻ ഇനി ആ വീട്ടിലേക്ക് പോകുള്ളൂ എന്നൊക്കെ ഈ ഭാമയോട് പറയാ ചന്ദ്ര. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും രേവതി പാവമല്ല, അവളെന്ത് കുറ്റം ചെയ്തു, അവൾ അനിയനല്ല ചെയ്തത് എന്ന് വിചാരിച്ച് നീ എന്തിനാ വീട് വിട്ട് ഇറങ്ങി വന്നത് എന്നൊക്കെ ചോദിക്കണം. ദേ ഭാമേ, ഇനി അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നിൽക്കരുത്. എനിക്ക് അവളെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അല്ലെങ്കിലും അവൾ ചെയ്യുന്ന ആ പ്രവൃത്തി, അവളുടെ കുടുംബം ചെയ്യുന്ന ആ പ്രവൃത്തി ആർക്കെങ്കിലും അംഗീകരിക്കാനും പറ്റുന്ന കാര്യമാണോ ഭാമേ? നീ ചിന്തിച്ച് നോക്കിയേ. അവിടെ ശ്രുതിയും വർഷയൊക്കെ ഉള്ളതല്ലേ, അവരൊക്കെ വലിയ വലിയ കുടുംബക്കാര്. അവരുടെ മാതാപിതാക്കളൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ. നാട്ടുകാരുടെ മുന്നിൽ തലയുയർത്തി പിടിച്ച് നടക്കാനായിട്ട് പറ്റുമോ? എൻ്റെ മക്കളെ ഞങ്ങൾ കെട്ടിച്ചയച്ചത് ഒരു കള്ളൻ്റെ കുടുംബം താമസിക്കുന്ന വീട്ടിലേക്കാണോ എന്നൊക്കെ ചോദിക്കില്ലേ? അത് വളരെ അപമാനകരമായ കാര്യം തന്നെയാണ് ഭാമേ. അതുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ ആ രേവതിയും അതേപോലെ തന്നെ സച്ചി ആ വീട്ടിലോട്ട് ഇറങ്ങണം. എന്നാൽ മാത്രമേ ഞാൻ ആ വീട്ടിലേക്ക് ഇനി കാലെടുത്ത് കുത്തുള്ളൂ. അതുവരെ ഞാൻ ഇവിടെ താമസിക്കാനായിട്ട് പോവുകയാണെന്നൊക്കെ ഭാമയോട് പറയണം. അപ്പോൾ ഭാമയാണെങ്കിൽ ദൈവമേ പണി വാളിയല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് ഭാമ നിൽക്കുന്നത്. അപ്പോൾ അന്ന് രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ കുത്തിയിരുന്ന് ഭയങ്കര കരച്ചിലാണ്. രേവതി ഓരോ കാര്യങ്ങളും ചിന്തിച്ച് കൂട്ടുകയാണ്. കാരണം അവിടെ നിന്ന് അമ്മ ഇറങ്ങിപ്പോയതിൽ രവിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് രേവതിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ ആ സങ്കടങ്ങളെല്ലാം രവി മനസ്സിൽ അടക്കി പിടിച്ച് വെച്ചിരിക്കുകയാണെന്നും രേവതിക്ക് മനസ്സിലായി. അപ്പോൾ രേവതി അമ്മ പറഞ്ഞ കാര്യങ്ങളാണ്. എടി നീ ഈ വീട് വിട്ടിറങ്ങടി, നിന്റെ കള്ള കുടുംബമാണ്, നീ ഇവിടെ താമസിക്കരുത്, ഞാൻ ഈ വീട് വിട്ട് പോകും എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് രേവതിയുടെ മനസ്സിലേക്ക് കടന്നുകൂടി വരുന്നത്. ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് സങ്കടം സഹിക്കാനായിട്ട് വരുന്നില്ല. രേവതി ഇരുന്ന് കരച്ചില്ല. അപ്പോഴാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സച്ചി നോക്കുമ്പോൾ രേവതി ഇരുന്ന് കരയുന്നതാണ് കാണുന്നത്. അപ്പം രേവതിയോട് ചോദിക്കണം, എന്താ രേവതി, നീ എന്തിനെ കിടന്ന് കരയുന്നത് രേവതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയുടെ സങ്കടം സച്ചിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സച്ചിയേട്ട എനിക്ക് ഭയങ്കര സങ്കടമാവുന്നു സച്ചിയേട്ട എന്ന് പറയാ. എന്തിനാ രേവതി, എന്തിനാണ് സങ്കടപ്പെടുന്നത്? സച്ചിയേട്ടാ ഇവിടെ നിന്ന് അമ്മ ഇറങ്ങിപ്പോയില്ല സച്ചിയേട്ടാ, നോക്ക് ഇവിടെ അമ്മയില്ല. അമ്മ ഇറങ്ങിപ്പോയതിൽ അച്ഛന് ഭയങ്കര സങ്കടമാണ്. അച്ഛനും ആ സങ്കടം സഹിക്കാനായിട്ട് പറ്റുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് രണ്ടുപേർക്കും ഭാര്യയും ഭർത്താവും ഇല്ലാതെ താമസിക്കാനായിട്ട് പറ്റില്ല സച്ചിയേട്ടാ. അപ്പം നമുക്ക് ഇവിടെ എങ്ങനെ സന്തോഷത്തോടെ കഴിയാനായിട്ട് പറ്റും? സച്ചിനൊന്ന് ആലോചിച്ച് നോക്കിയെന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് അയ്യേ, നീ ആ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് സങ്കടപ്പെടുന്നത്. ദേ അമ്മക്കിത് സ്ഥിരമുള്ളതാണ്. നീ ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മ ഈ വീട് വിട്ട് ഇറങ്ങി മാറി താമസിക്കുമായിരുന്നു. എന്നിട്ട് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുമ്പോൾ തിരിച്ച് നേരെ ഇങ്ങോട്ട് വരും. അതാണ് അമ്മയുടെ പരിപാടി. ഇത് കുറേ കഴിയുമ്പോഴേക്ക് അമ്മ തിരിച്ചിങ്ങോട്ട് വന്നോളും. നീ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട രേവതി. ഇല്ല സച്ചിയേട്ടാ, ഇതങ്ങനെയല്ല. അമ്മയ്ക്ക് എന്നോട് വല്ലാത്ത ദേഷ്യമാണ്, അതുകൊണ്ടാ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. സച്ചിയേട്ടാ, ഞാൻ സച്ചിയേട്ടനോട് ഒരു കാര്യം പറയട്ടെ, സച്ചിയേട്ടൻ അനുസരിക്കോ എന്ന് ചോദിച്ചപ്പോഴേക്കും രേവതി എന്താ നിനക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോഴേക്കും അതല്ല, ഞാൻ പറഞ്ഞില്ലേ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അമ്മ ഇറങ്ങിപ്പോകാനുള്ള കാരണക്കാരി അത് ഞാൻ തന്നെയാ. എൻ്റെ അനിയനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഞാൻ അവനെ ന്യായീകരിക്കുകയില്ല. അവൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അവൻ അങ്ങനെ ചെയ്യാനൊന്നും പാടില്ലായിരുന്നു. പക്ഷേ എൻ്റെ അനിയനല്ലേ, എനിക്ക് അവനെ തള്ളിക്കളയാനായിട്ട് പറ്റില്ലല്ലോ സച്ചിയേട്ടാ. അതുകൊണ്ടാണ് സച്ചിയേട്ടൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഞാൻ കൂട്ടുനിന്നത് സച്ചിയേട്ടാ, അവൻ്റെ ഭാവി ഓർത്തുകൊണ്ട് മാത്രം. പക്ഷേ ഇത് ഈ വീട്ടിൽ വലിയൊരു പ്രശ്നമായി തീർന്നില്ല സച്ചിയേട്ടാ. അമ്മയുടെ പണം അവൻ മോഷ്ടിച്ചുകൊണ്ട് പോയത് ആ തെറ്റും തന്നെയാണ്. അത് ആർക്കാണെങ്കിലും സഹിക്കാൻ പറ്റില്ല. ഇപ്പം എൻ്റെ പണം മോഷ്ടിച്ചുകൊണ്ട് പോയാലും അത് എനിക്ക് സഹിക്കാനായിട്ട് പറ്റുമോ? അതെൻ്റെ മനസ്സിൽ നിന്ന് മാറുകയില്ല. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ അമ്മയും ചെയ്തു. പോലീസുകാരുടെ കയ്യിൽ അവനെ പിടിക്കണമെന്നും പറഞ്ഞുകൊണ്ട് സൈൻ ചെയ്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ. പക്ഷേ സച്ചിയേട്ടാ, ഈ വീട്ടിൽ നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അച്ഛനെ അത് വേദനിപ്പിക്കുന്നു, അതേപോലെ തന്നെ അമ്മയും അത് വേദനിപ്പിക്കുന്നു. എന്തിനാ സച്ചിയേട്ടാ? അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നിന്ന് മാറി താമസിച്ചാലോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സച്ചി, രേവതി എന്തൊക്കെയാ രേവതി പറയുന്നത്? ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാനോ? അതേ സച്ചിയേട്ടാ, നമ്മളിവിടെ നിൽക്കുന്നത് കൊണ്ടല്ലേ അമ്മ ഇറങ്ങിപ്പോയത്. നമ്മളിവിടുന്ന് പടി ഇറങ്ങാൻ നേരത്ത് അമ്മ തിരിച്ചു വന്നോളും സച്ചിയേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവർ രണ്ടുപേരും ദേ ഇവിടെ ഒന്നിച്ച് ജീവിക്കണം. അച്ഛനും അമ്മയുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം. നമ്മൾ കാരണം അവരുടെ ഇടയിൽ എന്തിനാണ് സന്തോഷം നശിപ്പിക്കുന്നത്? നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാം സച്ചിയേട്ടൻ എന്ന് പറഞ്ഞപ്പോഴേക്ക് രേവതി, നീ വട്ട് പറയരുത് കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കാനോ? നിനക്ക് എന്താ പറ്റിയത് രേവതി? അങ്ങനെ ഇറങ്ങി കൊടുക്കാനൊന്നും പറ്റുന്നില്ല. നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബക്കാർ മൊത്തം വേണം.
പിന്നെ അച്ഛനും അമ്മയും അങ്ങനെ ഒരു വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അത് കാരണമുണ്ടല്ലോ. അതുകൊണ്ട് അമ്മയെ പിരിഞ്ഞിരിക്കാനൊന്നും അച്ഛനും പറ്റില്ല, അച്ഛനെ പിരിഞ്ഞിരിക്കാൻ അമ്മയ്ക്കും പറ്റില്ല. അമ്മ അധികം താമസിയാതെ തിരിച്ചു വരുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ്? അതല്ല സച്ചിയേട്ടാ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്ക്. ഇല്ല രേവതി, ഈ വീട് വിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് സച്ചിയേട്ടാ. ഇത് അമ്മയുടെ വീടല്ലേ സച്ചിയേട്ടാ. അപ്പോൾ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പാടില്ലല്ലോ. കൊള്ളാം, ഇപ്പം അമ്മ സ്ഥിരം പറയുന്ന ഡയലോഗാണല്ലോ നീ പറയുന്നത്. അമ്മ മിക്കപ്പോഴും പറയുന്നത് എൻ്റെ വീടാണ് എൻ്റെ വീടാണെന്ന്. ഇപ്പം ആ ഡയലോഗ് നീ ഏറ്റെടുത്തോ. അമ്മയുടെ വീടാണെന്ന് പറയുന്നു. ഇത് നമ്മുടെ വീടാണ്, നമ്മളുടെ എല്ലാവരുടെയും വീടാണ്. ഇവിടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയണം. വീടാകുമ്പോൾ ചില പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ സർവ്വസാധാരണമാണ്. അതൊക്കെ നീ കാര്യമൊക്കെ നിൽക്കേണ്ട രേവതി. പിന്നെ ഈ വീട് വിട്ട് പോകാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഓർക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എൻ്റെ അച്ഛനെ വിട്ട് എനിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ അച്ഛന് എന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് രേവതി നിനക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ എൻ്റെ അച്ഛൻ വളരെയേറെ സങ്കടപ്പെടും. എൻ്റെ അച്ഛൻ എന്തെങ്കിലും അസുഖം വരും. എൻ്റെ അച്ഛൻ അങ്ങനെ ഒരു ആപത്തും വരാനായിട്ട് ഞാൻ സമ്മതിക്കില്ല രേവതി. അതിനെക്കൊണ്ട് എനിക്ക് സാധിക്കത്തുമില്ല എന്ന് സച്ചി മനസ്സുരുക്കി പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിയാണെങ്കിൽ സച്ചിയേട്ടാ ഞാനീ പറഞ്ഞത് സന്തോഷത്തോടെയാണെന്നാണോ? ഇല്ല സച്ചിയേട്ടാ, മനസ്സുരുകുന്ന വേദനയുണ്ട്. എന്നാലും ഇവരുടെ നല്ലതിന് വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. വേണ്ട രേവതി, നീ ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട. നീ സമാധാനത്തോടെ ഇരിക്കുക. എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും. എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുക തന്നെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയെ സമാധാനപ്പെടുത്തുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുക. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ മഹിമയാണെങ്കിൽ കാറൊക്കെ എടുത്ത് രേവതിയുടെ വീട്ടിൽ മീൻസ് സച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സച്ചിയുടെ വീട്ടിലേക്ക് വന്ന് ഭയങ്കര ഗൗരവത്തോടു കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഗൗരവത്തോടെ വന്ന് ചന്ദ്രേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പോൾ മഹിമ വന്നിട്ട് ചന്ദ്രേ എന്നും പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ രവി വരികയാണ്. ഇത് ആരാ വന്നിരിക്കുന്നത്? മഹിമയോ? കയറി വാ മഹിമേ. പക്ഷേ വലിയ ചിരിയും പത്രാസൊന്നും അവിടെ ഇല്ല. അങ്ങനെ മഹിമേ വായിരിക്ക്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അത് പിന്നെ ഞാൻ ഇവിടെ ഒരിടം വരെ വന്നതായിരുന്നു. അപ്പോൾ പിന്നെ വർഷയെയും ചന്ദ്രയൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഞാൻ വന്നതാണെന്നൊക്കെ പറയാം. അങ്ങനെ പറയുമ്പോഴാണ് ദേ ശ്രുതിയും കൂടി വരുന്നത്. ഇത് ആരാ? ആൻറ്റിയോ? ആൻറ്റി ഇവിടെ ആൻറ്റി ഇല്ല എന്ന് പറയാണ്. ചന്ദ്ര ഇവിടെ ഇല്ലെന്നോ? അതെ, ആൻറ്റി ഇവിടെ ഇല്ല. എങ്ങോട്ട് പോയി? അത് പിന്നെ ഭാമാജിയുടെ വീട്ടിലേക്ക് പോയിരിക്കുക. ഭാമയുടെ വീട്ടിലേക്കോ? കഷ്ടമായിപ്പോയല്ലോ. എപ്പോഴാ വരുന്നത് എന്നൊന്നും അറിയാത്ത രീതിയിൽ ചോദിക്കുകയാണ്. അത് എപ്പോഴാ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ആൻറ്റി മനസ്സ് വെക്കണം, എപ്പോഴാണ് ഏത് സമയത്താ വരുന്നതെന്നൊക്കെ. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, വഴക്കിട്ട് പോയതാണല്ലോ, അതുകൊണ്ട്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മഹിമയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അയ്യോ, എന്തു പറ്റി? എന്തിനാ വഴക്കിട്ടത്? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അയ്യോ, എന്താ രവിയേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി എടുത്ത് വായിക്കും. പറയാതെ ആ രേവതിയുടെ അനിയൻ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആ വീഡിയോ ആൻറ്റിയും കണ്ടിട്ടുണ്ടാവില്ല. അതെ ഞാൻ കണ്ടു. അത് വല്ലാത്തൊരു കഷ്ടമായി പോയട്ടോ. എന്നാലും ആ ചെറുക്കൻ, എൻ്റെ ദൈവമേ, ആ ചെറുക്കൻ ഈ വീട്ടിൽ നിന്ന് അന്ന് ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോയതല്ലേ? ആ സമയത്തൊക്കെ ഞങ്ങൾ വിചാരിച്ചു ചെറുപ്രായമല്ലേ, ബൈക്ക് ഓടിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ, അതുകൊണ്ടായിരിക്കും മോഷ്ടിച്ചിട്ട് പോയിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇപ്പോഴല്ലേ മനസ്സിലായത് അവൻ പെരുങ്കള്ളനാണല്ലേ. അപ്പോൾ ഈ മഹിമ ഇങ്ങനെ പറയുന്നത് കേട്ടുകൊണ്ട് വരികയായിരുന്നു രേവതിക്ക് ഇത് സഹിക്കാൻ പോലും പറ്റിയില്ല. രേവതി അവിടെ പോയി കിടന്ന് ഉരുകയാണ്. അപ്പം മഹിമ വീണ്ടും പറയണു, എന്നാലും ചന്ദ്രയുടെ പണം മോഷ്ടിച്ചപ്പോൾ മനസ്സിലായി അവൻ മഹാകള്ളനാണ്, പെരുങ്കള്ളനാണെന്ന്. അപ്പോൾ സുധിയും പറയണം, അതെ അവൻ പെരുങ്കള്ളൻ തന്നെയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ എൻ്റെ അനിയൻ പെരുങ്കള്ളനൊന്നും അല്ല, അവനങ്ങനെ മോഷ്ടിക്കുന്ന സ്വഭാവമല്ല. അത് ഞങ്ങൾ കണ്ടല്ലോ. ആദ്യം ബൈക്ക് മോഷ്ടിച്ചു, ഇപ്പതേ പെരുവഴി കൂടി ഒരു സ്ത്രീയുടെ പണവും മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അത് വേറെ ആര്? നിന്റെ അമ്മായിയമ്മ തന്നെയല്ലേ? അപ്പം സ്വന്തം ചേച്ചിയുടെ അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ അവൻ പണം മോഷ്ടിച്ചുകൊണ്ട് പോയി. കുടുംബത്തിനൊക്കെ നാണക്കേടല്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ വീണ്ടും ഈ സ്തുതിയൊക്കെ പറയണം, അതെ ഇത് വല്ലാത്ത നാണക്കേട് തന്നെയാണ്. എന്നെ ഒരുപാട് പേര് വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് ചോദിക്കുക എന്താണ് സംഭവിച്ചത്, ആരോ നിങ്ങളുടെ കുടുംബത്തിൽ താമസിക്കുന്ന രേവതി എന്ന് പറഞ്ഞ ആളുടെ
പണമൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാണല്ലോ അറിയുന്നത്. ഇതൊക്കെ സത്യമാണോ മഹിമേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് എത്ര കോളാ വന്നതെന്നറിയാവോ? അതുമാത്രമോ, എൻ്റെ ഭർത്താവാണെങ്കിൽ ഓരോ മീറ്റിങ്ങിന് പോകുമ്പോഴും നാണക്കേട് കൊണ്ട് തല കുരിശ് നിൽക്കുക ഇവരുടെയൊക്കെ സ്വഭാവം പറഞ്ഞിട്ട്. എന്നാലും രേവതി, നിന്റെ കുടുംബത്തിൽ എല്ലാവരും എന്താ ഇങ്ങനെയാണോ? നിന്റെ അമ്മയുടെ വളർത്തു ദോഷം തന്നെയാണ് നിന്റെ അനിയൻ ഇങ്ങനെയായി പോകാനുള്ള കാരണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. രേവതി ഇരുന്ന് ഇങ്ങനെ കരയുക. അപ്പോൾ സുധിയും പറയണം, അതെ ആൻറ്റി, എനിക്കും തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റുന്നില്ല. ഞാനൊരു ബിസിനസ് അല്ലേ, അവിടെ ഇരിക്കണ്ടേ? പലരും വന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തു മറുപടിയാണ് പറയുന്നത്? നാണക്കേട് കൊണ്ട് തലയുയർത്തി പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വരികയാണ് സച്ചി. അപ്പം സച്ചി എടുത്ത വൈക്ക് അവിടെ ചെന്ന് പറയണം, ആടാ സുധി, എടാ നിനക്ക് തലയുയർത്തി പിടിച്ച് നടക്കാൻ പറ്റുന്നില്ലല്ലേ? അപ്പം നീ ഇത് ചെയ്ത് തെറ്റോ? അപ്പോഴത്തേക്കും സുധിയുടെ വായ അങ്ങോട്ട് അടക്കുകയാണ്. അതെ, പിന്നെ ആൻറ്റി, ഇതേ നിങ്ങൾ കൂടുതൽ ഡയലോഗൊന്നും പറയണ്ട. നിങ്ങളുടെ ഭർത്താവ് മാന്യനാണ് പോലും. നിങ്ങളുടെ ഭർത്താവ് എന്താണ് സമൂഹത്തിൽ കാണിച്ചു കൂട്ടിയെന്നൊക്കെ ശരിക്കും അറിയാം എല്ലാവർക്കും. അതുകൊണ്ട് കൂടുതൽ വാചകം അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ രേവതിയുടെ അനിയൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് വല്ലാത്ത ഒരു നാണക്കേടായി പോയല്ലേ? അതെ, അവളുടെ അനിയൻ ചെയ്തു തന്നെ നാണക്കേട് തന്നെയാണ്. എൻ്റെ ഭർത്താവ് ചെയ്തതിന് നിൻ്റെ കയ്യിൽ തെളിവുണ്ടോ? ഇല്ലല്ലോ. ഇതിപ്പോൾ ഇവളുടെ അനിയൻ ചെയ്തതിന് എല്ലാവരും കണ്ടതാണ്. അതുകൊണ്ട് നാണക്കേട് തന്നെ ഉണ്ടാവുന്നത്. അതെ, അവൻ അങ്ങനെ ചെയ്യാനുള്ള കാരണവും വ്യക്തമാണ്. അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഭർത്താവേ അതെ ചെയ്തു കുട്ടിയൊന്നും ഞങ്ങൾ മറക്കുന്നില്ല. അതേടാ സച്ചി, എൻ്റെ ഭർത്താവ് എന്ത് ചെയ്തു എന്നാ? ഓ, നിനക്കൊക്കെ കുശുമ്പാടാ. നിന്റെ ഭാര്യയുടെ ആങ്ങളയെ സപ്പോർട്ട് ചെയ്യല്ലേ നിന്റെ ജോലി, അത് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കിടന്ന് കശപ്പിച്ചാന്നിങ്ങനെ വഴക്കാം. ഇത് കേട്ട രവിയാണെങ്കിൽ, സച്ചി, രേവതി, നിങ്ങൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ, നിങ്ങൾ പുറത്തേക്ക് പോകാൻ നോക്ക്, ചെല്ല് എന്ന് പറഞ്ഞിട്ട് ഇവരെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹിമയോട് പറയണം, മഹിമേ, ചന്ദ്രയെയും വർഷയെയും കാണാൻ വേണ്ടി വന്നെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇവിടെ ചന്ദ്രയില്ല, വർഷ മുകളിലുണ്ട്, പോയി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകാൻ പോകുന്ന സമയത്ത് നമ്മുടെ വർഷം ഇറങ്ങി വരുന്ന, ആഹാ അമ്മയോ, അമ്മയും തമ്മിൽ പറയാതെ വന്നത് സർപ്രൈസ് ആയിപ്പോയല്ലോ മോളെ, നീ ഇങ്ങോട്ട് കയറി വന്നേ, വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോഴേക്കും ശ്രുതിയൊക്കെ ആണെങ്കിൽ, എൻ്റെ പൊന്നെ, എന്നാലും വല്ലാത്തൊരു നാണക്കേടായിപ്പോ കേട്ടോ. അപ്പോൾ രവി, എടാ സുധി, നീ അവിടെ നിർത്ത്. നീ നാണക്കേടെന്ന് പറയുന്നുണ്ടല്ലോ, നീ ചെയ്തു കൂട്ടിയൊന്നും കുടുംബത്തിന് നാണക്കേടല്ലേ? പിന്നെ എന്തിനാടാ കൂടുതൽ ഡയലോഗ് അടിക്കാനായിട്ട് പോകുന്നത്? നീ കുടുംബത്തിലെ ആളാണ്, എന്നിട്ട് നീ നാണക്കേടുണ്ടാക്കി വെച്ചില്ല കുടുംബത്തിന്. പിന്നെന്തിനാണ് രേവതിയുടെ ആങ്ങളെ പറയുന്നത്? ചെല്ലടാ, പോയി നിന്റെ ജോലി നോക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് രവി പറഞ്ഞയക്കാം. അപ്പോൾ ശ്രുതിയോടാണെങ്കിൽ, നീ എന്തിനാടി വീട്ടിൽ വരുന്ന ആൾക്കാരോടൊക്കെ ഇങ്ങനെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം പറയാനായിട്ട് പോകുന്നത്? ശ്രുതി, നിനക്ക് നാണമില്ലേ എന്നൊക്കെ ചോദിക്കണം. അത് പിന്നെ അങ്കിളെ, ആൻറ്റി ഇവിടെ ചന്ദ്ര ആൻറ്റീനെ കാണാൻ വേണ്ടിയല്ലേ വന്നത്, അപ്പോൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വേണ്ട, അങ്ങനെ പറയേണ്ട കാര്യമില്ല. അങ്ങനെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടല്ലേ അവർ ഇത്രയും പ്രശ്നങ്ങളുണ്ടെല്ലാം ഉണ്ടാക്കിയത്. കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത് അത് നല്ല ശീലമല്ല. മനസ്സിലായല്ലോ, പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിടുക. അങ്ങനെ വർഷയെ വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കുകയാണ് ഇവിടെ മഹിമ. മോളെ, എന്തൊക്കെയാണ് ഈ കുടുംബത്തിൽ നടക്കുന്നത്? നീ ഇനി ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിലേക്ക് വാ, അവിടെ പോയി താമസിക്കാം. ഈ കള്ളന്മാർ താമസിക്കുന്ന വീട്ടിലൊക്കെ എന്തിനാ താമസിക്കുന്നത്? അമ്മേ, ഇവിടെ ഒരു കള്ളന്മാരും താമസിക്കുന്നില്ല. പിന്നെ രേവതി ചേച്ചിയുടെ ആങ്ങളെയാണത് മോഷ്ടിച്ചത്, ആങ്ങളെ ഇവിടെ നിൽക്കുന്നുമില്ല. രേവതി ചേച്ചിയെ നിങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അതെ, ഈ ശ്രീകാന്തിൻ്റെ കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ. അവൻ വലിയൊരു റെസ്റ്റോറൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ മുഴുവൻ അറിയില്ലേ ഈ സംഭവങ്ങളെല്ലാം? അപ്പം ഇവർ നാണക്കേടായി പോകില്ലേ? അയ്യോടാ ആൻറ്റി ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും കൂടുതൽ ടെൻഷൻ ആവേണ്ട. ഞാനേ റെസ്റ്റോറൻറ്റ് തലേ ചുമന്നുണ്ടല്ലോ നടക്കുന്നത്. ചോദിക്കുന്നവരോടൊക്കെ മറുപടി പറയാനായിട്ട് എനിക്കറിയാം. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് വരുന്ന പ്രശ്നമില്ല. ആൻറ്റി പോകാൻ നോക്ക്. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആൻറ്റി വരാൻ നിൽക്കണ്ട. അപ്പോഴേക്കും വർഷയും പറയണം, അതെ, കുടുംബത്തിൽ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അമ്മ വന്നത്. അമ്മ പോകാൻ നോക്കിക്കണ്ടേ. ഇനി ഈ സംസാരം പറഞ്ഞ് ഇവിടെ വഷളാക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് വർഷയും നല്ല തക്ക മറുപടി കൊടുക്കുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ വേറൊരു സീനും കൂടി ഉണ്ട്. അതായത് നമ്മുടെ രേവതിക്ക് ഒരു കോള് വരികയാണ്. കോള് കഴിഞ്ഞപ്പോഴേക്കും അത് ദേവുമായിരുന്നു. അപ്പോൾ ദേവു ഭയങ്കര കരഞ്ഞുകൊണ്ട് പറയാം, ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വിളിക്കുക. അയ്യോ, എന്ത് പറ്റി ദേവു? അതെ ചേച്ചി, വീട്ടിലേക്ക് പോലീസുകാർ വന്നായിരുന്നു. പോലീസുകാരും എന്തിന്?
അത് ശരത്തിനെ ചോദിച്ചുകൊണ്ട് ആ പോലീസുകാർ വന്നത്. ശരത്ത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയെ പിടിച്ചുകൊണ്ട് പോലീസുകാർ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുക. ഞാനിപ്പോൾ സ്റ്റേഷനിലാണ് നിൽക്കുന്ന ചേച്ചി. ഇത് കഴിഞ്ഞപ്പോഴേക്കും രേവതി ഞെട്ടിപ്പോവാണ്. ദേവു എന്തൊക്കെയാ ദേവു ഈ പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മുടെ സച്ചിൻ വരികയാണ്. എന്താ രേവതി? എന്നിട്ട് ദേവു എന്താ നീ ഇപ്പോൾ അവിടെയാണോ? അതെ, അമ്മയെ വിടൂലെന്നാ പറയുന്നത്. ശരത്തിനെ കൊണ്ടുവരാതെ അമ്മയെ സ്റ്റേഷനിൽ വിടൂലെന്നാ പറയുന്നത്. ഇങ്ങോട്ട് തന്നെ രേവതി. ദേവു എന്താ ദേവു? സച്ചിയേട്ടാ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് സച്ചിയേട്ടാ, അമ്മയെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണെന്നൊക്കെ സച്ചിയോട് പറയാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നത് തന്നെ. നമസ്കാരം. താങ്ക് യു. ബൈ.